സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. ഒളിമ്പിക്സ് ഗുസ്തി മത്സരത്തിൽ നിന്ന് അയോഗ്യയായതിന് പിന്നാലെ ഗുസ്തിയിൽ നിന്ന് തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ താരമായ വിനേഷ് ഫോഗട്ട്. ഗുസ്തി ജയിച്ചു, ഞാൻ തോറ്റു എന്ന് വളരെ വികാരപരമായാണ് എക്സിൽ വിനേഷ് ഫോഗട്ട് ആ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. ഇന്നലെയായിരുന്നു ഗുസ്തി ഫൈനൽ മത്സരം നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ ഫൈനലിന് മുന്നോടിയായി നടന്ന ഭാരപരിശോധനയിലാണ് 100 ഗ്രാം അധികമുണ്ടെന്ന് കണ്ടെത്തുന്നത്. അതോടുകൂടിയാണ് വിനേഷ് ഫോഗട്ട് ആ മത്സരത്തിൽ നിന്ന് തന്നെ അയോഗ്യയായത്. ഇന്നലത്തെ മത്സരത്തിൽ ഒരു സ്വർണമോ വെള്ളിയോ നമ്മുടെ രാജ്യം ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ അയോഗ്യയായതിന് പിന്നാലെ മെഡലൊന്നുമില്ലാതെ അവസാന സ്ഥാനക്കാരിയായാണ് വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സ് വേദി വിടേണ്ടി വന്നത്. എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ, സംശയങ്ങൾ ഇതിന് പിന്നാലെ ഉയരുന്നുണ്ട്. ഈ 2 ദിവസത്തിനിടെ എന്താണ് വിനേഷ് ഫോഗട്ടിന് സംഭവിച്ചത്? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഴ്ച വന്നു? അങ്ങനെ വന്നപ്പോൾ അതിന് പിന്നിലെ ഉത്തരവാദി ആരാണ്? അതിന് പിന്നിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. അതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അജിംസ്, വളരെ പ്രൊഫഷണലായ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മത്സരങ്ങളിലെ സ്ഥിര സാന്നിധ്യമാണ് വിനേഷ് ഫോഗട്ട്. അപ്പോൾ ഇങ്ങനെയൊരു പിഴവ് സംഭവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഒരു പക്ഷേ ആ ഞെട്ടൽ തന്നെയായിരിക്കും കായിക ലോകം ഒന്നാകെയുള്ളത്. യഥാർത്ഥത്തിൽ ആർക്കാണ് ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം? ഇതിൻ്റെ ഉത്തരവാദിത്വം ടീമിനാണ്, ഇന്ത്യൻ സ്ക്വാഡിനാണ്, ടീമിൻ്റെ കോച്ചിനാണ്, ടീമിൻ്റെ ന്യൂട്രീഷനാണ്, ടീമിൻ്റെ ചീഫ് മെഡിക്കൽ ഓഫീസർക്കാണ്. അപ്പോൾ അവരാണല്ലോ, അല്ലാണ്ട് ഒരു താരത്തിന് സ്വന്തം വെയിറ്റ് കൂടുന്നതും കുറയ്ക്കുന്നതും ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു താരം ഒരു ക്യാമ്പിൽ വന്നു കഴിഞ്ഞാൽ, ഒരു റെസ്ലർ വന്നു കഴിഞ്ഞാൽ അവരെന്ത് കഴിക്കണം, പച്ചവെള്ളം കുടിക്കുന്നത് പോലും, ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കെ വെള്ളം കുടിക്കുന്നത് പോലും ന്യൂട്രീഷൻ്റെയും ഡോക്ടറുടെയും നിർദ്ദേശമാണ്. വെള്ളം കുടിച്ചാൽ ഭാരം കൂടുമെന്നത്, വെറും വെള്ളം കുടിച്ച് മാത്രം ഭാരം കൂടുമെന്ന് പറയുമ്പോൾ അല്ല, വെള്ളം കുടിച്ചാലും ഭാരം കൂടും. പക്ഷെ അതുകൊണ്ടാണ് വെള്ളം കുടിപ്പിക്കുന്നത് പോലും, എത്ര കവിള് വെള്ളം കുടിക്കുന്നത് പോലും അവരാണ് തീരുമാനിക്കുക. അപ്പോൾ അത് അവരുടെ ഒരു മോണിറ്ററിങ്ങിൻ്റെ കീഴിലാണ്. അപ്പോൾ രാവിലത്തെ മത്സരങ്ങൾക്ക് അവർ വെയിറ്റ് കറക്റ്റായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ 2 കിലോളം കൂടിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുള്ളത്. 2 കിലോ കൂടിയതുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതാരാണ് നോക്കേണ്ടതെന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. ഇതാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ത് കഴിക്കാൻ കൊടുത്തിട്ടാണ് അവർക്ക് ആ 2 കിലോ കൂടിയത് എന്നുള്ളതൊക്കെ അവർ ന്യൂട്രീഷ്യൻ മറുപടി പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇന്നലെ പി ടി ഉഷയോടൊപ്പം ഇന്ത്യയുടെ ചീഫ് മെഡിക്കൽ ഓഫീസർ, ഇന്നലെ നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ അദ്ദേഹത്തെ ന്യൂട്രീഷൻ എന്നാണ് പരിചയപ്പെടുത്തിയത്. അത് തെറ്റാകാൻ കാരണം ഇന്നലെ ആ വാർത്താ ഏജൻസിൽ അദ്ദേഹത്തെ ന്യൂട്രീഷൻ എന്നാണ് പരിചയപ്പെടുത്തിയത്. പക്ഷേ അദ്ദേഹം ചീഫ് മെഡിക്കൽ ഓഫീസറാണ് എന്ന് പറയുന്നു. അപ്പോൾ അവരാണ് അത് വിശദീകരിക്കേണ്ടത്, എങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു ഉത്തരവാദിത്വം, പൂർണ്ണമായ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. അവർ ഒളിമ്പിക്സ് വേദിയിൽ പ്രൊട്ടസ്റ്റൊക്കെ അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ അപ്പീൽ പോയിട്ടുണ്ടെന്നും കേൾക്കുന്നു. അപ്പീൽ പോയാൽ അതിൻ്റെ തീരുമാനം എന്താവുമെന്ന് നമുക്ക് പറയില്ല. പക്ഷെ നിലവിൽ വളരെ നിരാശാജനകമായൊരു കാര്യമാണ് താൻ ഗുസ്തി വിടുന്നു എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തത്. വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ച് വിനേഷ് ഫോഗട്ടിൻ്റെ ഒരു കരിയർ വളരെ സ്ട്രഗ്ലിംഗ് ആണ്. ഒന്ന്, അവർ ഒളിമ്പിക്സിൽ അവരങ്ങനെ അത്ര പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല പലപ്പോഴും. പിന്നെ ഇഞ്ചുറി അവരെ നിരന്തരം ബാധിച്ചുകൊണ്ടിരുന്നു. ആദ്യം അവർ 48 കിലോ ആ വിഭാഗത്തിലാണ് ആദ്യത്തെ ഒളിമ്പിക്സിൽ പോകുന്നത്. ഫസ്റ്റ് ഒളിമ്പിക്സിൽ അവർ അപ്പിയർ ചെയ്യുന്നു, റയോ ഡി ജനീറോയിൽ. പിന്നീട് 50 കിലോയിലേക്ക് പോകുന്നു, 53 കിലോയിലേക്ക് പോകുന്നു. പക്ഷെ 53 കിലോ മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ഇഞ്ചുറി ഉണ്ടാകുന്നത്. ഈ ഇഞ്ചുറി ഉണ്ടായി അവർ ചികിത്സയിലായിരുന്ന സമയത്ത്, കിടപ്പിലായിരുന്ന സമയത്താണ് ഒരു പുതിയ താരത്തെ അതിലേക്ക് ഈ ഒളിമ്പിക്സിലേക്ക് അവരെ സെലക്ട് ചെയ്യുന്നത്. അവരുടെ പേരെന്താണ്, പഞ്ചാം എന്തോ പറഞ്ഞിട്ട്, അന്തിം പഞ്ചാം എന്തോ പറഞ്ഞിട്ട്. അപ്പോൾ അവരെന്തോ മിസ്ബിഹേവിയറിൻ്റെ പേരിൽ അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നതാണ് ഒളിമ്പിക്സ് വില്ലേജിൽ. അപ്പോൾ 53 കിലോ മത്സരിച്ചുകൊണ്ടിരുന്ന ആളാണ് അവർ. കാരണം അവർക്ക് പ്രായം കൂടുന്നതനുസരിച്ച് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ കാറ്റഗറിയിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ഇവർ ബെഡ് റിഡൻ ആയിരുന്ന സമയത്താണ് പുതിയ ആളെ സെലക്ട് ചെയ്ത് ഒളിമ്പിക്സിന് അയക്കുന്നത്. പിന്നെ അവരുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ അതിൽ തൊട്ട് താഴെയുള്ള 50 കിലോയിൽ മത്സരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 53 കിലോ കാറ്റഗറിയിൽ മത്സരിക്കേണ്ട ഒരാളെ 50 കിലോയിൽ മത്സരിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് അയക്കുന്നത്. അപ്പോൾ അവർ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും ആ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കുക, 3 കിലോ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അവരുടെ പ്രായത്തിനും ഒക്കെ അനുസരിച്ച്, അവരുടെ ശരീരപ്രകൃതിക്കും അനുസരിച്ച് അവരുടേതല്ലാത്തൊരു കാറ്റഗറിയിലാണ് അവർ മത്സരിക്കുന്നത് ഓർക്കുക. അത്രയും വെയിറ്റ് കുറച്ചുകൊണ്ടേ ഇരിക്കുക, നിരന്തരമായി വ്യായാമം ചെയ്യുക. എന്നിട്ട് അവിടെയാണ് ആ 50 കിലോ കാറ്റഗറിയിലാണ് അവർ ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ച് ഫൈനലിൽ വരുന്നത്. അപ്പോൾ അവരുടേത് എത്രമാത്രം റിസ്ക്കി ആയിട്ടുള്ളൊരു ജേണി ആണെന്നുള്ള ആ ക്യാമ്പിലുള്ളവർക്ക് അറിയാം, അവിടുത്തെ ചീഫ് മെഡിക്കൽ ഓഫീസർക്ക് അറിയാം, ന്യൂട്രീഷൻ അറിയാം. കാരണം ആ പ്രായത്തിൽ 50 കിലോയിൽ മത്സരിക്കുകയാണ് അവർ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കേണ്ട ഇത് അവരുടെ ബാധ്യതയാണ്. അപ്പോൾ അവിടെ വന്ന വീഴ്ചയാണ് ഇത് പ്രധാനമായിട്ടുണ്ടായിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അവർ തന്നെ പറയുന്നത് ഇന്നലെ രാത്രി അവരുടെ മുടി മുറിച്ച് കളഞ്ഞു, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മുടി മുറിച്ച് നോക്കി. അതുപോലെ രാത്രി മുഴുവൻ അവരെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ രാത്രി കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. എന്തിനാ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവില്ല. അത് മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നവും ഉണ്ടാക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ സ്ക്വാഡിൻ്റെ ഭാഗത്തുനിന്നൊരു വീഴ്ചയാണ്. അത് ആരെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ.
അതിലൊരു മറ്റൊരു പ്രശ്നം ഇതിൽ കോൺസ്പിരസി തിയറി വരുന്നത് എന്തുകൊണ്ടാണ്? അത് വിനേഷ് ഫോഗട്ട് ആയതുകൊണ്ടാണ്. ഗുസ്തി താരങ്ങളുടെ സമരത്തെ പിന്തുണ പ്രഖ്യാപിച്ച് അവരും സമരരംഗത്തുണ്ടായിരുന്നു. അവരെ പോലീസ് വലിച്ചഴക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നോക്കുക, അപ്പോൾ ക്വാർട്ടർ ഫൈനൽ ജയിച്ചു, സെമി ഫൈനലിൽ നിന്ന് ഫൈനലിലെത്തി. ഈ സമയത്തൊന്നും ഒരു വരി കൊണ്ടുപോലും, കാരണം വെച്ചാൽ ഒരു റെസ്ലർ ആദ്യമായിട്ടാണ് ഫൈനലിൽ എത്തുന്നതെന്ന് ഓർക്കുക. ആ സമയത്തൊന്നും ക്വാർട്ടർ ജയിച്ചപ്പോഴോ സെമി ഫൈനൽ ജയിച്ചപ്പോഴോ ഒന്നും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഒരു വരി കൊണ്ടുപോലും അവർ പ്രോത്സാഹിപ്പിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നലെ അവർ അയോഗ്യയായി കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, അവർ ഭയങ്കര സൈലൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റും ചെയ്തു. എന്ന് മാത്രമല്ല, വിനേഷ് ഫോഗട്ട് ഇന്നലെ അയോഗ്യമായതിനു ശേഷം ഇന്ത്യയിലെ റൈറ്റ് വിങ് എക്കോസിസ്റ്റം എത്ര അധിക്ഷേപമാണ് അവർക്ക് ഇതിന് നടത്തിയത്. അവർ വെർബൽ റേപ്പ് നടത്തുന്ന അവസ്ഥ വരെ ഉണ്ടായി. ചില പോസ്റ്റുകളുടെ അടിയിൽ, വാർത്തകളുടെ അടിയിലൊക്കെ വന്നിട്ട് ഈ പറയുന്ന റൈറ്റ് വിങ്ങേഴ്സ് വന്നിട്ട് എന്ത് ജാതി തെറിയാണ് പറയുന്നത്. ഇന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് സിനിമാ നടിയായ MP ഉണ്ടല്ലോ, ഹിമാചൽ പ്രദേശിൽ നിന്ന് വെച്ചാൽ കങ്കണ റാണാവത്ത്, അവർ പറയാണ് രാജ്യം പ്രധാനമന്ത്രി മോദിക്കെതിരെ എത്രയോ മുദ്രാവാക്യം വിളിച്ച ആളാണ് ഈ വിനേഷ് ഫോഗട്ട്. മോദി തേരി ഖബർ കുദേഗി എന്ന് അങ്ങനെ അവർ മുദ്രാവാക്യം വിളിച്ചിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിച്ച വിനേഷ് ഫോഗട്ടിനെ ഒളിമ്പിക്സിലേക്ക് അയച്ചതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇത് ആരുടെ ഔദാര്യമാണോ? വിനേഷ് ഫോഗട്ട് അല്ലെങ്കിൽ പിന്നെ കങ്കണ റാണാവത്ത് പോയിട്ട് ഗുസ്തി മത്സരിക്കുമോ അപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ പോയിട്ട്? അതെന്തോ ഔദാര്യം ചെയ്ത പോലെ, അത് മോദി എന്തോ ഔദാര്യം ചെയ്തിട്ടാണ് പാരീസിലേക്ക് വിട്ടത്. വിനേഷ് ഫോഗട്ട് എന്ന് പറഞ്ഞാൽ അത്രമാത്രം മികവുള്ളൊരു താരമായതുകൊണ്ടാണ് അവർക്ക് സെലക്ഷൻ കിട്ടിയത്. സെലക്ഷൻ കൊടുക്കാതെ മറ്റൊരാൾ അതിൽ കയറ്റി വിട്ടു. അവർ മത്സരിച്ചുകൊണ്ടിരുന്ന കാറ്റഗറിയിൽ സെലക്ഷൻ കൊടുക്കാതെ അവരെ മറ്റൊരാളെ കയറ്റി വിട്ടിട്ട് അവരുടേതല്ലാത്തൊരു കാറ്റഗറിയിൽ മത്സരിച്ചാണ് ഫൈനലെത്തിയത്. എന്നിട്ടാണ് ഈ കങ്കണ റാണാവത്തൊക്കെ ഈ ജാതി വർത്താനം പറയുന്നത്. അവരെന്താ പറയുന്നത്? എന്തോ ഒരു ഔദാര്യം പോലെ, മോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച വിനേഷ് ഫോഗട്ടിനെ പാരീസിലയച്ചതൊക്കെ എന്തോ ഒരു ഔദാര്യം പോലെയാണ് അവർ പറയുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലുള്ള പ്രാതികൂല്യങ്ങളെയും, സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥ തന്നെ അവർക്ക് പ്രതികൂലമായിരുന്നു. അവരുടെ കാറ്റഗറിയിലല്ല അവർ മത്സരിച്ചത്. ആ കാറ്റഗറിയിൽ മത്സരിക്കാതിരിക്കെ മറ്റൊരു കാറ്റഗറിയിൽ മത്സരിച്ച് ഈ വെയിറ്റ് കീപ്പ് ചെയ്ത് ഫൈനൽ വരെ എത്തിയ ഒരാളെ അയാൾ അയോഗ്യയാക്കപ്പെടുന്നില്ല. എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെയും PT ഉഷയുടെയും അവരുടെ ചീഫ് മെഡിക്കൽ ഓഫീസറുടെയും അവരുടെ ന്യൂട്രീഷൻ്റെയും കാര്യമാണ്. ഇനി അറിയേണ്ട കാര്യം ഇതാണ്, അത് ബോധപൂർവ്വം നടന്ന ഒരു കോൺസ്പിരസി ആണെന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. യെസ്, അതാണ് നിഷാദ്. ഡൽഹിയിൽ നീതിക്ക് വേണ്ടി തെരുവിൽ വലിച്ചിഴക്കപ്പെടേണ്ടി വന്ന ഒരു താരമാണ്. ആ താരമാണ് എല്ലാ പ്രതിസന്ധികളേക്കും അതിജീവിച്ച് ആ ഫൈനൽ തട്ടിലെത്തി നിന്നത്. പക്ഷെ അവിടെ നിന്ന് അയോഗ്യയാക്കപ്പെട്ടു. അപ്പോൾ ഇതുപോലെയുള്ള സംശയങ്ങൾ സ്വാഭാവികമാണ്. ഗൂഢാലോചന എന്തോ നടന്നിട്ടുണ്ടോ? കാരണം കേന്ദ്ര സർക്കാരിനെതിരെ ചോദ്യം ഉന്നയിച്ചവളാണ്. അതിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? ആളുകൾക്ക് ആ സംശയമുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇന്നലെയും അതിവിടെ സംസാരിച്ചതാണ്. വിനേഷ് ഫോഗട്ട് ഇപ്പോൾ അവരുടെ കരിയർ അവസാനിപ്പിക്കുന്നു, ഞാൻ പരാജയപ്പെടുന്നു, ഗുസ്തി ജയിച്ചു എന്ന വാചകം പറഞ്ഞുകൊണ്ട് ആളുകൾ സംശയിക്കുന്നതിനെക്കുറിച്ച്, ഗൂഢാലോചന സിദ്ധാന്തങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ കായിക ലോകത്തിനാകെയും ഇത് വിനേഷ് ഫോഗട്ടിന് നിർഭാഗ്യം സംഭവിച്ചതാണ് എന്ന അഭിപ്രായമുണ്ടോ എന്ന് പരിശോധിക്കണം. ബജറംഗ് പൂനിയ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകം, സ്വന്തം രാജ്യത്തിനാൽ ചവിട്ടേറ്റ ഒരുവളാണ് അവളുടെ നേട്ടത്തെ നമ്മൾ ആഘോഷിക്കണം എന്നാണ് അവർ ഫൈനലിൽ പ്രവേശിച്ചപ്പോൾ. സ്വന്തം രാജ്യത്തിനാൽ ചവിട്ടേറ്റ ഒരാൾ എന്ന് വേറെ ഏതെങ്കിലും, ഞാൻ പറഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കാൻ വന്ന് നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ഏതെങ്കിലും ഒരു അത്ലറ്റിനെ കുറിച്ച് ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത് അങ്ങനെ ഒരു കമൻ്റ് ഉണ്ടാകുമോ? ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട താരം ഫൈനലിൽ വരുമ്പോൾ ആളുകൾ ആ ഫൈനൽ പ്രവേശനത്തെ ആഘോഷിക്കുന്നത് ഭരണകൂടത്തിൻ്റെ ചവിട്ടേറ്റ, ഭരണകൂടം എല്ലാ അർത്ഥത്തിലും തടഞ്ഞു വെക്കാൻ ശ്രമിച്ച ഒരാളുടെ മുന്നേറ്റം എന്ന നിലയ്ക്കാണ്. അതാണ് പ്രസക്തമായ കാര്യം. വിനേഷ് ഫോഗട്ട് തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഗതിയുണ്ട്, ഞാൻ ഒളിമ്പിക്സിൽ പോയി മെഡലുമായി വരും, എന്നിട്ട് ഞാൻ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കും എന്നാണ്. ആരോടാണ്? ഭരണനായകരോടാണ് പറയുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ വിനേഷ് ഫോഗട്ടിനെ പിന്തുണച്ചു, വിനേഷ് ഫോഗട്ടിനെ ഞങ്ങൾ ചേർത്ത് നിർത്തി, അവർക്ക് വേണ്ടി ഞങ്ങൾ ഫണ്ട് ചിലവാക്കി, ഹംഗേറിയൻ കോച്ചിനെ ഏർപ്പാടാക്കി എന്നൊക്കെ പറയുന്ന ആളുകൾ ആദ്യം കാണേണ്ട കാര്യം സ്വന്തം രാജ്യവും രാജ്യത്തിൻ്റെ ഭരണകൂടവും, രാജ്യം എന്നല്ല രാജ്യത്തെ ഭരണകൂടം തൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നില്ല. എന്ന് മാത്രമല്ല അവരുടെ ഫ്രട്ടേണിറ്റിക്ക് ബോധ്യപ്പെടുന്നില്ല. അവരെ ചവിട്ടി മതിക്കാൻ ഈ ഭരണകൂടവും ഭരണകൂടത്തിൻ്റെ ആളുകളും ശ്രമിച്ചു എന്നതാണ് കഥ. അപ്പോൾ ഇന്നലെ നമ്മളതിൻ്റെ ദുരൂഹതകളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും പറഞ്ഞു. ഇന്നിപ്പോൾ അവരവരുടെ കരിയർ അവസാനിപ്പിച്ച് പോവുകയാണ്. അവസാനിപ്പിച്ച് പോകുമ്പോൾ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്ത് പരമാവധിയിൽ നമ്മൾ സഹായിച്ച ഒരാൾ ഇറങ്ങിപ്പോകുന്ന നിലയ്ക്കല്ല അവരുടെ ചരിത്രം രേഖപ്പെടുത്തുക. മറിച്ച് ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന വൻകിടക്കാരോട് പൊരുതി, ആ പൊരുത്തതിനൊടുവിൽ ഒരു പക്ഷേ വീണുപോയി എന്ന് വേണമെങ്കിൽ പോലും വ്യാഖ്യാനിക്കാൻ കഴിയുന്ന കരിയറിനൊടുവിലാണ് അവരിറങ്ങിപ്പോകുന്നത് എന്നാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. അവരവരുടെ കരിയർ വളരെ പ്രയാസമേറിയ ഒരു ഘട്ടത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഒന്നാണ്.
ഇപ്പോൾ അവരുടെ കസിൻസുമായി ബന്ധപ്പെട്ട സിനിമയാണ്, അവരുടെ കഥയാണ് ദംഗൽ. അപ്പോൾ ആ സിനിമയിലെ ഒരു പ്രയോഗമുണ്ട്, ഇന്ത്യയിലെമ്പാടും മികച്ച ഗുസ്തി താരങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഹരിയാനയിലെ കാര്യം പറയുമ്പോൾ അവർക്കാർക്കും പക്ഷേ ഉന്നതിയിലേക്ക് വരാൻ കഴിയാത്തതിന് പിന്നിൽ ഗവൺമെൻറ് മെക്കാനിസത്തിൻ്റെ സപ്പോർട്ടില്ലായ്മയുണ്ട് എന്ന് ഉള്ള ഒരു പരാമർശം ആ സിനിമയിലുണ്ട്. അപ്പോൾ ആ സിനിമയിൽ പറയുന്ന സംഗതികളുണ്ടല്ലോ എന്ന് വെച്ചാൽ ഈ അജിംസ് നേരത്തെ പറഞ്ഞ ഹർഡിൽസ്, തടസ്സങ്ങൾ, അതിനെ അവരുടെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് മറികടന്ന് മുകളിലേക്ക് വന്ന ഒരാൾ. ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് അച്ഛനെ നഷ്ടപ്പെടുന്നു, അമ്മയ്ക്ക് അർബുദം വരുന്നു. ഈ ക്രൈസിനെല്ലാം മറികടന്നുകൊണ്ട് ഞാനൊരു വലിയ നേട്ടം ഉണ്ടാക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നു. 1-2 തവണ അവർക്ക് ഗുരുതരമായ പരിക്കേൽക്കുന്നു, ശസ്ത്രക്രിയകൾ ഉണ്ടാകുന്നു. മുട്ടിനൊക്കെ ശസ്ത്രക്രിയ വന്നതിന് ശേഷം ഒരാൾ വീണ്ടും ഇങ്ങനെ ഒരു അന്തർദേശീയ ചാമ്പ്യൻ പട്ടത്തിന് തൊട്ടരികിലേക്ക് വരിക എന്നുള്ളത് അവിശ്വസനീയമായ കാര്യമാണ്. അപ്പം അത്രമേൽ വലിയ എഫേർട്ട് എടുത്ത, അത്ര വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്ന, ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ട് നിരന്തരമായ യുദ്ധം. നോക്കൂ, ഇന്ത്യയിലെ നരേന്ദ്രമോദിക്ക് നേതൃത്വം കൊടുക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയവുമായി കലഹിച്ചാൽ പിന്നെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നതിന് പോകാൻ കഴിയില്ല എന്നാണ് നമ്മൾ കാണുന്ന എക്സാമ്പിൾസ് മിക്കതും. എന്നിട്ട് അവർ ഫൈറ്റ് ചെയ്തു. എന്നിട്ട് അതിനൊടുക്കം അവർ നേരത്തെ പറഞ്ഞ പോലെ 53 കിലോയിൽ കാറ്റഗറിയിൽ മത്സരിക്കേണ്ട ഒരാൾ 50 കിലോയിൽ മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ അവർക്ക് 58 കിലോ ഭാരമുണ്ട്. ഒറ്റയടിക്ക് 8 കിലോ കുറയ്ക്കുകയാണ് ഇതിൽ മത്സരിക്കാൻ വേണ്ടി. അപ്പോൾ അതുതന്നെ അപകടകരമാണ് എന്ന് ഡോക്ടർമാർ അവരെ അഡ്വൈസ് ചെയ്യുന്നു. എന്നിട്ടും അവർ മെഡൽ കൊണ്ടേ വരാൻ പറ്റൂ, എനിക്കൊരു ഒളിമ്പിക്സ് മെഡലില്ലാതെ എൻ്റെ കരിയർ പൂർണ്ണമാവില്ല എന്ന് ചിന്തിച്ച് അവർ പോയതാണ്. അതിൻ്റെ അവസാനത്തെ ഘട്ടം വരെ അവരെത്തി. നിർഭാഗ്യകരം, അവർക്ക് പുറത്തു പോകേണ്ടി വന്നു. അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോയിൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പാർലമെൻറ്റിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. സർക്കാർ അതിന് കൊടുത്ത മറുപടിയെല്ലാം ഞങ്ങൾ കൊടുത്ത സഹായം, ചെയ്തു കൊടുത്ത പണം, ഞങ്ങൾ കൊണ്ടുവന്ന കോച്ച്, ഇതിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. നഷ്ടത്തെക്കുറിച്ച് സർക്കാരിന് വലിയ വേവലാതിയൊന്നുമില്ല എന്നായിരുന്നു ഇന്നലെ പ്രതിപക്ഷത്തിൻ്റെ അവരുന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്. അപ്പോൾ ഇതിൽ ദുരൂഹത ഉണ്ടെങ്കിലും, ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും, വിനേഷ് ഫോഗട്ടിനോട് നമ്മുടെ രാഷ്ട്രം എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തിലെ ഭരണകൂടം പ്രധാനമാണ്, നീതി ചെയ്തിട്ടില്ല എന്നാണ് അവരുടെ കരിയറിലെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള, ഏറ്റവും നിർഭാഗ്യകരമായ മാർക്ക്. അവരുടെ സമരത്തിൽ അവർ ഉന്നയിച്ച പ്രശ്നത്തിനകത്ത് അവരുടെ കൂടെ ആയിരുന്നില്ല ഈ ഭരണകൂടം. അവരെ ഇകഴ്ത്തി കാട്ടാൻ വലിയ തോതിൽ ഈ ഭരണകൂടം ശ്രമിച്ചു. അവരെ സർക്കാരിനും ഇന്ത്യക്കുമെതിരായിട്ടുള്ള ഗൂഢാലോചനകളുടെ ഭാഗമായി സമരം ചെയ്യുന്നവർ എന്ന് കർഷക സമരത്തിൽ ചെയ്ത ആളുകളോട് ചെയ്ത അതേ പണി അവർക്കെതിരെ എടുത്തു നോക്കി. അവർ പ്രത്യേകമായ താല്പര്യം വെച്ച് സമരം ചെയ്യുന്നവരാണ്. അവർക്ക് ഒളിമ്പിക്സിലേക്ക് പോകാൻ വേണ്ടി എന്തെങ്കിലും തിരിമറികൾക്ക് നടക്കാത്തത് കൊണ്ട് ആ തിരിമറിക്ക് തടസ്സമായി നിൽക്കുന്ന ബ്രിജ്ഭൂഷണെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് എന്ന വ്യാഖ്യാനം കൊണ്ടുവന്നു. അവരെ മൊറയിൽ തകർക്കാനും വേണ്ടി വലിയ തോതിൽ IT സെല്ലിൻ്റെ നേതൃത്വത്തിൽ ഈ റൈറ്റ് വിങ്ങേഴ്സിനെ ഇറക്കി മാരകമായി ആക്രമിച്ചു, അന്നും ഇന്നും. അപ്പോൾ അവരോട് നീതി ചെയ്തോ എന്ന ചോദ്യത്തിന് അവരോട് നീതി ചെയ്തിട്ടില്ല, അവരെ ചേർത്ത് പിടിച്ചിട്ടില്ല. അവർക്ക് വേണ്ടി എത്ര കോടികൾ ഒഴുക്കിയെന്ന് ഇപ്പോൾ അവകാശപ്പെട്ടാലും അവരെ ചേർത്ത് പിടിക്കേണ്ട, മാനസികമായി കരുത്തു നൽകേണ്ട, പ്രോത്സാഹിപ്പിക്കേണ്ട സമയത്ത് അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ്. അവരുടെ ഫൈനൽ പ്രവേശന ദിവസം, അവർ ഫൈനലി മെഡൽ കിട്ടിയെന്നുള്ളതല്ല, അവരുടെ ഫൈനൽ പ്രവേശന ദിവസം ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യർ ആഘോഷിച്ചു. പക്ഷേ ആഘോഷിക്കാത്ത ഒറ്റ കൂട്ടരേ ഉള്ളൂ നമ്മൾ കാണണം. അത് ഫൈനലിൽ പ്രവേശിച്ചു. നിങ്ങൾ വെറുതെ മലയാളത്തിലുള്ള ആളുകൾ കേരളത്തിലുള്ള ഫേസ്ബുക്ക് നോക്കുക, കേരള ഫീഡിൽ നോക്കുക, അവിടെ എത്ര BJP-ക്കാർ വിനേഷ് ഫോഗട്ടിൻ്റെ ഫൈനൽ പ്രവേശത്തെ നമ്മളെത്ര പേര് അത് സെലിബ്രേറ്റ് ചെയ്ത് കണ്ടു. കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും ചാനലുകളിലും വെബ് പോർട്ടലുകളിലും വിനേഷ് ഫോഗട്ടിൻ്റെ നേട്ടത്തെക്കുറിച്ച്, അവർ കടന്നു വന്ന വഴികളെക്കുറിച്ച്, അവരുടെ ഫൈനൽ പ്രവേശത്തിൽ ഒരിക്കലും തോൽക്കാത്ത ജപ്പാൻ്റെ ഇൻ്റർനാഷണൽ താരത്തെ അട്ടിമറിച്ചുകൊണ്ട് അവർ ഫൈനലിൽ വന്നതിനെക്കുറിച്ചുള്ള കഥകൾ കണ്ടു. അത് എത്ര BJP-ക്കാർ, എത്ര റൈറ്റ് വിങ്ങുകാർ ഷെയർ ചെയ്യുന്നങ്ങൾ കണ്ടു. അവരിതിൽ സന്തോഷിക്കുന്നില്ല. ഇന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഘപരിവാർ മാധ്യമത്തിൻ്റെ പോസ്റ്റർ നോക്കുക, അവർ വിരമിച്ചതിനെക്കുറിച്ച് വിനേഷ് ഫോഗ് ഔട്ട് എന്നാണ്. അവരുടെ ഉള്ളിലുള്ള ആ സംഗതി ആ പോസ്റ്റർ ഡിസൈനിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പം അവർ നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞതാണെങ്കിൽ ഏത് വലിയ രാഷ്ട്രത്തിന് വേണ്ടി എന്തുണ്ടാക്കിയാലും വേണ്ട, ഏത് നാരീശക്തിയും വേണ്ട, ഒരു രാഷ്ട്രത്തിൻ്റെ മകളും വേണ്ട, ഒരു മെഡലും വേണ്ട, അവർ പുറത്താക്കണം, അവർ അപമതിക്കപ്പെടണം, നാണം കെട്ടിറങ്ങിപ്പോകണമെന്ന മൈൻഡ് സെറ്റിലാണ് അതിനെ കൈകാര്യം ചെയ്തത്. അവിടെ നേരത്തെ അജിംസ് പറഞ്ഞാലേ അവർ ഫൈനൽ പ്രവേശം, ഒരു മെഡൽ ഉറപ്പാക്കിയ ഘട്ടത്തിൽ ആ നേട്ടത്തെ സെലിബ്രേറ്റ് ചെയ്യാത്ത ഒരു കൂട്ടരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാജ്യത്തിനാൽ ചവിട്ടേറ്റ ഒരാളെന്ന ബജ്രംഗ് പൂനിയുടെ വാചകം അവരുടെ കരിയറിലെ ഏറ്റവും ദുഃഖം നിറഞ്ഞ ഒരു ഏടായിരിക്കും. ലോകത്ത് ഇത്രയും എഫേർട്ട് എടുത്ത ഒരു താരവും ലോകത്ത് സ്വന്തം ഭരണകൂടത്താൽ, സ്വന്തം രാഷ്ട്രീയ നേതൃത്വത്താൽ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവരുടെ ജീവിതം കേവലമായ ഒരു സ്പോർട്സ് കരിയർ മാത്രമല്ല, അതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ അംശമുണ്ട്.
ആ നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും ഒപ്പം നമ്മുടെ സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോയ്ക്കകത്ത് പലതരത്തിലുള്ള ദിശാസൂചികളും ചലനങ്ങളും പുതുവഴികളും തുറന്നു കാട്ടിയ ഒരു കരിയർ എന്ന നിലയിൽ കൂടി അവരുടെ കരിയർ ഓർമ്മിക്കപ്പെടും. അതാണ് സ്വർണ്ണ മെഡൽ നേട്ടത്തിനരികെ എത്തി നിൽക്കുമ്പോഴാണ് തൻ്റേതല്ലാത്ത തെറ്റുകൊണ്ട് വിനേഷ് ഫോഗട്ടിന് ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നത്. അവർക്ക് ആ മെഡൽ അർഹതപ്പെട്ടത് തന്നെയായിരുന്നു. അപ്പോൾ ആരാണ് ആ വീഴ്ചയ്ക്ക് പിന്നിലെ അല്ലെങ്കിൽ ആ യോഗ്യതയ്ക്ക് പിന്നിലെ ഉത്തരവാദികൾ? അത് പുറത്തു വരേണ്ടിയിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഈ നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിൽ അവരെ അധിക്ഷേപിക്കുന്നതിനു പകരം അവരെ മാനസികമായും അല്ലാതെയും അവരെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്.